നമസ്കാരം. കേരള തീരത്തോടടുത്ത് അടിക്കടി ഉണ്ടാകുന്ന കപ്പൽ ദുരന്തങ്ങളിൽ ദുരൂഹത വർദ്ധിക്കുകയാണ്. മെയ് 25-ന് കൊച്ചി തീരത്തിനടുത്ത് MSC കമ്പനിയുടെ എൽസ കപ്പൽ മുങ്ങിയതിന് പിന്നാലെയാണ് ഇന്ന് കൊളംബോയിൽ നിന്നും മുംബൈയിലേക്ക് പോകുകയായിരുന്ന വാൻഹായ് 503 എന്ന സിംഗപ്പൂർ കപ്പലിന് കണ്ണൂർ അഴീക്കൽ തീരത്ത് നിന്നും 120 കിലോമീറ്റർ അകലെ കടലിൽ തീപിടിച്ചത്. അപകടകരമായ രാസവസ്തുക്കളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് എന്നാണ് പ്രാഥമിക വിവരം. അടിക്കടി കപ്പലുകൾ അപകടത്തിൽപ്പെടുന്നതോടെ കപ്പലുകളുടെ ശവപ്പറമ്പായി കേരള തീരത്തിനടുത്തെ കപ്പൽ ചാൽ മാറിയിരിക്കുകയാണ്. ഇൻഷുറൻസ് തുക തട്ടാനും ഈ മാലിന്യങ്ങൾ നശിപ്പിക്കാനുമായി മനഃപൂർവ്വം കപ്പലുകൾ അപകടത്തിൽപ്പെടുന്നതാണോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന സംശയം. ഇത്തരമൊരു കപ്പൽ ഉണ്ടാക്കണമെങ്കിൽ 500 കോടി രൂപയെങ്കിലും ചെലവ് വരും ഒരു കപ്പൽ നിർമ്മാണത്തിന് തന്നെ. കത്തിയ കപ്പലിന് 25 വർഷത്തിലേറെ പഴക്കമുണ്ട്. കൊച്ചിയിൽ മുങ്ങിയ കപ്പലിന് 28 വർഷം പഴക്കമുണ്ടായിരുന്നു. കാലാവധി കഴിഞ്ഞ് 3 വർഷം പിന്നിട്ട ഒരു കപ്പലായിരുന്നു എൽസ. ജപ്പാനിൽ 15 വർഷമാണ് ഒരു കപ്പലിന്റെ കാലപരിധി. ഈ കപ്പൽ ഡ്രൈ ഡോക്ക് ചെയ്യാനും അടുത്ത ആഴ്ച മുതൽ പുതിയ ഒരു കപ്പൽ കൊണ്ടുവരാനും ഷിപ്പിംഗ് കമ്പനി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കപ്പൽ മുങ്ങിയിരിക്കുന്നത്. കപ്പലിന് ഇൻഷുറൻസ് പരീക്ഷ ഉള്ളതിനാൽ കമ്പനിക്ക് നല്ലൊരു തുക തന്നെ ലഭിക്കും. എൽസ കപ്പൽ പൊക്കിയെടുക്കുന്നത് ദുഷ്കരമായതിനാൽ ആ ദൗത്യം ഉപേക്ഷിക്കാനാണ് സാധ്യത കൂടുതൽ. കണ്ണൂർ തീരത്ത് കത്തിയ കപ്പലും പഴയതാണ്. 2024-ലുണ്ടായ കപ്പൽ അപകടങ്ങളിൽ 42% പഴയ കപ്പലുകൾക്കാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2018-ൽ ഇത്തരം കപ്പലുകളുടെ അപകട നിരക്ക് വെറും 10% മാത്രമായിരുന്നു. പഴയ കപ്പലുകളിൽ ചരക്ക് കൊണ്ടുപോകുന്നതിന് കർശനമായ ഒരു മാർഗനിർദ്ദേശങ്ങളാണ് മാരിടൈം ഓർഗനൈസേഷനും യൂറോപ്യൻ യൂണിയനും ഏർപ്പെടുത്തിയിരുന്നത്. അതിനാൽ പഴഞ്ചൻ കപ്പലുകൾ അടുത്തടുത്തുള്ള തുറമുഖങ്ങളിലേക്ക് കാർഗോ എത്തിക്കുന്ന ഫീഡർ കപ്പലുകളെയാണ് ഉപയോഗിച്ചിരുന്നത്. കാർഗോ കടത്തും അതോടൊപ്പം തന്നെ കാർഗോ നീക്കത്തിലുമുള്ള നിരക്കുകളും ഇപ്പോൾ ഉയർന്നതാണ്. അതിനാൽ കപ്പൽ ഉടമകൾ പഴഞ്ചൻ കപ്പലുകൾ പൊളിക്കാതിരിക്കുന്നതും പതിവാണ്. ഇവയുടെ അറ്റകുറ്റപ്പണി യഥാസമയം നടത്തുന്നതിലും വീഴ്ചയുണ്ടായി എന്നാണ് അറിയുന്നത്. കൊച്ചിയിൽ മുങ്ങിയ കപ്പലിന്റെ ഫിറ്റ്നസ് സംബന്ധിച്ചും ആശങ്ക ഉയരുന്നുണ്ട്. കപ്പൽ പുറപ്പെടുന്നതിന് മുമ്പ് മെർക്കന്റൈർ മെറൈൻ വകുപ്പ് ഫിറ്റ്നസ് പരിശോധിച്ച് ഉറപ്പാക്കിയിരുന്നില്ല. 26 ഡിഗ്രി മാത്രം ചരിഞ്ഞ ഒരു കപ്പൽ 12 മണിക്കൂറിനകം മുങ്ങിയതും അസാധാരണമാണ്. 15 മീറ്റർ വരെ തിര ഉയരുന്ന മെഡിറ്ററേനിയൻ കടലിൽ പോലും സുരക്ഷിതമായിരിക്കുന്ന തരത്തിലാണ് സാധാരണഗതിയിൽ കപ്പലുകൾ നിർമ്മിക്കാറുള്ളത്. ആഫ്രിക്കയിലെ ഉൾക്കടലിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നടക്കമുള്ള രാസമാലിന്യങ്ങളുമായി എത്തുന്ന കപ്പലുകൾ മനഃപൂർവ്വം മുക്കുന്നതും കത്തിക്കുന്നതും പതിവാണ്. കപ്പൽ മുങ്ങിയതിൽ ക്രിമിനൽ കേസ് എടുക്കുന്നത് വേണ്ടെന്ന് വച്ചതോടെ ഇത്തരം സംഭവങ്ങൾ കേരള തീരത്തും ആവർത്തിക്കാൻ സാധ്യത കൂടുതലാണ്. കപ്പൽ അപകടങ്ങളിൽ അതിശക്തമായ നടപടികളാണ് ഉണ്ടാവേണ്ടതെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. കൊച്ചിയിൽ മുങ്ങിയ കപ്പൽ കടലിലെ ആവാസ വ്യവസ്ഥയും ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തെയും ബാധിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കും മറ്റ് അനുബന്ധ മേഖലകളിലുമുണ്ടായ എല്ലാ നഷ്ടങ്ങൾക്കും ഷിപ്പിംഗ് കമ്പനി ഉത്തരവാദിത്വം വഹിക്കേണ്ടതാണ്. ഇതിന് ക്രിമിനൽ കേസ് അനിവാര്യമാണ്. കാരണം ക്രിമിനൽ കേസ് ഉണ്ടെങ്കിൽ മാത്രമേ മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരമടക്കം കിട്ടുകയുള്ളൂ. എന്നിട്ടും കേസ് എടുക്കുന്നതിൽ സർക്കാരിന് മെല്ലെ പോക്കാണ്. മുങ്ങിയ കപ്പൽ മാറ്റിയില്ലെങ്കിൽ ആ ഭാഗത്ത് ട്രോളിംഗ് നടത്തുമ്പോൾ ലക്ഷക്കണക്കിന് വിലയുള്ള വലയും ബോർഡും റോപ്പും നഷ്ടപ്പെടും. കപ്പൽ കടലിൽ നിന്നും നീക്കാനുള്ള യാതൊരു നടപടിയും ഇതുവരെയായിട്ട് സർക്കാർ സ്വീകരിച്ചിട്ടില്ല. 2 ആഴ്ചക്കിടെ അറബിക്കടലിലെ രണ്ടാമത്തെ കപ്പൽ ദുരന്തമാണ് കണ്ണൂർ തീരത്ത് ഇന്നുണ്ടായത്. കൊളംബോയിൽ നിന്നും ശനിയാഴ്ച തിരിച്ച കപ്പൽ നാളെ മുംബൈയിൽ എത്തേണ്ടതായിരുന്നു. കോഴിക്കോടിനും കണ്ണൂരിനും പടിഞ്ഞാറ് ഭാഗത്തായി കേരള തീരത്ത് നിന്നും 120 കിലോമീറ്റർ അകലെയാണ് സംഭവം. തീപിടുത്തത്തെ തുടർന്ന് 500 കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചതായും സൂചനയുണ്ട്. 650-ൽ അധികം കണ്ടെയ്നറുകൾ കപ്പലിൽ ഉണ്ടായിരുന്നതായാണ് വിവരം. 22 ജീവനക്കാർ കപ്പലിൽ ഉണ്ടായിരുന്നുവെന്നും ഇവരിൽ 18 പേർ കടലിൽ ചാടിയതായും സൂചനയുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും സംഘങ്ങൾ കൊച്ചിയിൽ നിന്നും സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. അവിടെ ഈ തീ അണയ്ക്കാനുള്ള ഒരു സജ്ജീകരണങ്ങൾ ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. ഹെലികോപ്റ്ററുകളും ഡോണിയൻ വിമാനങ്ങളും രക്ഷാദൌത്യത്തിന് മുന്നിൽ തന്നെയുണ്ട്. കപ്പലിൽ നിരവധി തവണ പൊട്ടിത്തെറികൾ ഉണ്ടായെന്നും അതിനകത്ത് പെട്രോളും ഡീസലും അടക്കമുള്ള വെടിമരുന്നുകൾ ഉൾപ്പെടെ ആ കപ്പലിന്റെ കണ്ടെയ്നറിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. കപ്പലിൽ തീ കത്തുന്ന ദൃശ്യങ്ങൾ കോസ്റ്റ് ഗാർഡ് തന്നെയാണ് ഔദ്യോഗികമായി പുറത്തുവിട്ടത്. മദർഷിപ്പുകളിൽ വരുന്ന കണ്ടെയ്നറുകൾ വിവിധ തുറമുഖങ്ങളിൽ എത്തിക്കുന്ന ഫീഡർ ഷിപ്പാണ് അപകടത്തിൽപ്പെട്ടത്. കപ്പലിൽ അപകടകരമായ രാസവസ്തുക്കൾ ഉണ്ടായിരുന്നതാണ് കരുതുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. കപ്പലിൽ എന്തൊക്കെ തരത്തിലുള്ള രാസവസ്തുക്കളുണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള സ്ഫോടനങ്ങൾ, അത് ഈ ആയുധങ്ങൾ ഉൾപ്പെടെ ഉണ്ടോ, തോക്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും കണ്ടെയ്നറുകളിൽ ഉണ്ടോ എന്നടക്കമുള്ളത് പരിശോധിക്കണമെങ്കിൽ കൃത്യമായ ഒരു ഡേറ്റ, ഒരു വിശദീകരണം കപ്പൽ കമ്പനികളിൽ നിന്നും കിട്ടേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.